ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഇംഗ്ലീഷിലെ ആനിമലിലെ സൗണ്ടുകൾ പഠിച്ചാലോ? നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ്. ഞാൻ ഇത് പഠിക്കാൻ നേരത്ത് ഞാനിങ്ങനെ റെഫർ ചെയ്യാൻ നേരത്ത് ഞാനിങ്ങനെ യൂട്യൂബിലും നമ്മുടെ ഗൂഗിളിലൊക്കെ കയറിയിട്ട് ജസ്റ്റ് ഈ ആനിമലിലെ സൗണ്ടുകൾ എങ്ങനെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് നമ്മൾ ഈ ആനിമൽസിനെയും അതിൻ്റെ സൗണ്ടും ഒക്കെ കേട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ ഇൻട്രസ്റ്റ് തോന്നും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒന്നും ഒരുപാട് സമയം കളയരുത്. ഞാൻ ജസ്റ്റ് അറിഞ്ഞൂടാത്ത ആനിമൽസിനെ സെർച്ച് ചെയ്തിട്ട് അവരുടെ സൗണ്ടുകൾ, ഇപ്പം ക്യൂരിയോസിറ്റി വരുമല്ലോ, ഓസ്ട്രിച്ചിന്റെ സൗണ്ട് എങ്ങനെയാണ് എന്നറിയാൻ ക്യൂരിയോസിറ്റി വരുമല്ലോ, ടോട്ടോയ്സ് അതിന്റെ സൗണ്ട് അറിയാൻ എങ്ങനെയാണ് ഒരു ക്യൂരിയോസിറ്റി ഇല്ല. അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറി സെർച്ച് ചെയ്ത് നോക്കട്ടെ. അപ്പം നല്ല രസമായിരിക്കും. പഠിക്കാൻ തുടങ്ങാം. അപ്പം നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ആനിമല് എയ്പ്പ്. എയ്പ്സിന്റെ സൗണ്ട് ഗിബ്ബർ ആണ്. ഗിബ്ബർ. ഓക്കെ, ഗിബ്ബർ, GIBBER. അപ്പം കൂടെ എഴുതി പഠിക്കാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏപ്പിന്റെ സൗണ്ട് എന്താണ്? ഗിബ്ബർ, GIBBER. രണ്ടാമത്തെ ആൻഡ്, ഉറുമ്പില്ലേ, ആൻഡിന്റെ സൗണ്ട് എന്താ? CRY, CRY, ക്രൈ. ആൻഡ് കരഞ്ഞുകൊണ്ട് പോകുന്ന ആലോചിച്ചാൽ മതി. ആൻഡ് ക്രൈ. ഓക്കെ. മൂന്നാമത്തെ ആന്റിലോപ്പ്. ആന്റിലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനിനെ കണക്കുള്ള ഒരു കൊമ്പൊക്കെ ഉള്ള ഒരു ആനിമലാണ്. അതെന്താ? സ്നോർട്ട്. അത് സ്നോർട്ട്, SNORT, സ്നോർട്ട്. ആന്റിലോപ്പ് സ്നോർട്ട്. അപ്പം ഏപ്പ് എന്ത് ചെയ്യും? ഗിബ്ബർ. ആൻഡ് ക്രൈ. ആന്റിലോപ്പ് സ്നോർട്ട്. ബാറ്റ്, വവ്വാലില്ലേ, ബാറ്റ് സ്ക്രീച്ച് ചെയ്യും. ബാറ്റ് എന്ത് ചെയ്യും? സ്ക്രീച്ച്. ബേർഡ്സ് എല്ലാം ചിർപ്പിംഗ് സൗണ്ടാണ്. ചിർപ്പ്, ബേർഡിന്റെ ചിർപ്പാണ് ചിർപ്പ്. ബെയർസ് എന്ത് ചെയ്യും? കരടികൾ എന്ത് ചെയ്യും? അവര് ഗ്രൗൾ അല്ലെങ്കിൽ റോർ, അല്ലെ, അലറുക. ഗ്രൗളിങ് അല്ലെങ്കിൽ റോറിങ്. അതാണ് എന്തിന്റെ? ബെയറിന്റെ സൗണ്ട്. അടുത്ത ബീസ് എന്ത് ചെയ്യും? ഹം ചെയ്യും അല്ലെങ്കിൽ ബസ് ചെയ്യും. ഹം ചെയ്യും അല്ലെങ്കിൽ ബസ് ചെയ്യും. ഓക്കെ, ഹമ്മിങ് സൗണ്ട് അല്ലെങ്കിൽ ബസ്സിങ്. ഈ ഹമ്മ് സൗണ്ട് തന്നെയാണ് നമ്മുടെ ഹമ്മിങ് ബേർഡിന്റെ സൗണ്ട് കേട്ടോ. ഹമ്മിങ് ബേർഡിന്റെ സൗണ്ട് എന്ത് തന്നെയാണ്? ഹമ്മ് തന്നെയാണ്. ബഫലോ എന്താ? ഡ്രോൺ എന്നാണ് സൗണ്ട്. അത് നോട്ട് ചെയ്തേക്കണം. ബഫലോയുടെ സൗണ്ട് എന്താണ്? ഡ്രോൺ. ഓക്കെ, ബഫലോയുടെ വീഡിയോ ഒക്കെ ഒരു ഡ്രോൺ വെച്ചെടുക്കുന്ന ആലോചിച്ചാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. ബഫലോ, ഡ്രോൺ. അപ്പൊ അതിനോട് പറഞ്ഞാൽ എയ്പ്പ് എന്ത് ചെയ്യും? ഗിബ്ബർ. ആൻഡ് ക്രൈ. ബോളോട് നോക്കല്ലേ. ആനിലോപ്പ് സ്നോർട്ട്. ബാറ്റ് സ്ക്രീച്ച്. ബേർഡ് ചിർപ്പ്. ബേസ് ഗ്രൗൾ അല്ലെങ്കിൽ റോർ. ബീസ് ഹം അല്ലെങ്കിൽ ബസ്. ബഫലോ ഡ്രോൺ. അടുത്ത ബുള്ള് ബെല്ലോ ആണ് ചെയ്യുന്നത്. ബെല്ലോ. അതിനൊക്കെ സ്റ്റാഗും ബെല്ലോയാ. സ്റ്റാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിയറിന്റെ മെയിലാണ് സ്റ്റാഗ് കേട്ടോ. അപ്പം ഡിയറിന്റെ മെയിലാണ് സ്റ്റാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പടം ഫോട്ടോ അടിച്ചു നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഒരുപാട് കൊമ്പൊക്കെയുള്ള നല്ല ഭയങ്കര ബിഗ് സൈസുള്ള ആളാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. ബുള്ളും സ്റ്റാഗ് ബെല്ലോയിങ് സൗണ്ടാണ്. ബെല്ലോ, BELLOW. ബുള്ള് ബെല്ലോ, ഒരു മാച്ചിങ് ഉണ്ടല്ലോ. ബുള്ള് ബെല്ലോ. സ്റ്റാഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിയറിന്റെ മെയിലാണ്. അതും എന്ത് ചെയ്യും? ബെല്ലോ ചെയ്യും. ബെല്ലോ. ക്ലിയർ ആണല്ലോ? ഇത്രയും സംഭവങ്ങള് 10 വാക്കുകൾ സെറ്റ് ആണല്ലോ. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. സെറ്റാണേ? ഓക്കെ. ഇനി ഡിയറിന്റെ ആണാണ് എന്ത്? സ്റ്റാഗ് എന്ന് പറയുന്നത്. അതെന്താ ചെയ്യും? ബെല്ലോ ചെയ്യും. അപ്പൊ ഡിയർ എന്ത് ചെയ്യും? ഡിയർ ബെൽ ചെയ്യും. ഡിയർ ബെൽ. അടുത്തത് ബാഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തറക്കരടി എന്നൊക്കെ പറയും. ആ ടൈപ്പ് ഒരു ആനിമലാണ് ബാഡ്ജർ എന്ന് പറയുന്നത്. ബാഡ്ജർ പച്ചയ്ക്ക് പിക്ക് കൂടെ കാണിച്ചേക്കാം. ബാഡ്ജർ അത് ഗ്രൗൾ ചെയ്യും. കരടിയല്ലേ, കരടി എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചായിരുന്നു, ഗ്രൗൾ ചെയ്യും. അപ്പൊ അത് കണക്ക് തന്നെ നമ്മുടെ ബാഡ്ജർ എന്ത് ചെയ്യും? ഗ്രൗളിങ് ആണ്. ഗ്രൗൾ. പിന്നെ ബിറ്റേൺസിന്റെ പിക്ക് ഞാൻ കാണിച്ചേക്കാം. ബൂം ചെയ്യും എന്ന് വെച്ചാൽ ഭയങ്കര നമ്മുടെ ഹോണിന്റെ ഒക്കെ സൗണ്ടാണ്. ഭയങ്കര ഹോൺ ഉണ്ടല്ലോ, ഹോൺ, PP, കീ. ഹോണിന്റെ സൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ബിറ്റേണിനുള്ളത്. ബിറ്റേൺ, BITTERNS. ബിറ്റേൺസ്. അതിന്റെ സൗണ്ട് എന്താ? ബൂം സൗണ്ട് ആണ്. ബിറ്റേൺസ് എന്തോ ബൂം സൗണ്ട് ആണ്. ബാഡ്ജർ ഗ്രൗള്. കാവ്സ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി എന്നൊക്കെ പറയത്തില്ലേ, ആ കാവ്സ് എന്ത് ചെയ്യും? കാഫിന്റെ പ്ലൂറൽ ആണ് കാവ്സ്. CALF. കാഫിന്റെ പ്ലൂറൽ ആണ് കാവ്സ്. അതെന്താ ചെയ്യും? കാവ്സ് ബ്ലീറ്റ് ചെയ്യും. ഇനി ബ്ലീറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായി കിടക്കുന്നത് കാവ്സ്, ജിറാഫ്, ഗോട്ട്, ലാംബ്. ഇവരെല്ലാം എന്ത് ചെയ്യും? ബ്ലീറ്റ് ചെയ്യും. ബ്ലീറ്റ്. ആരൊക്കെയാ? കാവ്സ്, ജിറാഫ്, ഗോട്ട്, ലാംബ്. പറഞ്ഞേ. കാവ്സ്, ജിറാഫും ബ്ലീറ്റ് ചെയ്യും. ഓക്കെ, ബ്ലീറ്റ്. ഗോട്ട്, ലാംബ്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ എന്താ? ബ്ലീറ്റ്. അടുത്ത കാറ്റിൽസ് എന്ത് ചെയ്യും? കാറ്റിൽസ് പറഞ്ഞാൽ പശു, വലിയ കന്നുകാലികൾ ഉണ്ടല്ലോ, അവര് മൂവ് ചെയ്യും.
കൗ ആണ് എന്താ മൂവ് ഉണ്ട്. LOW ലോവും ആരാ ചെയ്യുന്നത്? നമ്മുടെ കൗ ചെയ്യുന്നതാണ്. എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? മൂവും ചെയ്യും ലോയും ചെയ്യും. മൂവ് ആൻഡ് ലോ. ചിക്കന്റെ സൗണ്ട് ആണ് ക്ലക്ക്. ക്ലക്ക് 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 അങ്ങനെ അതില്ലേ ക്ലക്ക്. ചിക്കന്റെ സൗണ്ട് ആണ് ക്ലക്ക്. ഓക്കെ, നിങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റ് ആക്കും. ഡിയർ എന്താ? ഡിയർ ബെൽ. ഡിയറിന്റെ ഹസ്ബൻഡ് ആരാ? സ്റ്റാഗ്. സ്റ്റാഗിന്റെ സൗണ്ട് എന്താ? ബെല്ലോ. ഓക്കെ, പിന്നെ ബാഡ്ജർ എന്ത് ചെയ്യും? ഗ്രൗൾ ചെയ്യും. ബാഡ്ജർ എന്ത് ചെയ്യും? ഗ്രൗൾ ചെയ്യും. ബിറ്റേൺ എന്ത് ചെയ്യും? ബൂം ബൂം ചെയ്യും. കാവ്സ് എന്ത് ചെയ്യും? ബ്ലീറ്റ്. ജിറാഫ് ബ്ലീറ്റ്. ഗോട്ട് ബ്ലീറ്റ്. ലാമ്പ് ബ്ലീറ്റ്. കാറ്റൽസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. കൗ എന്ത് ചെയ്യും? മൂവ് ആൻഡ് ലോ. ചിക്കൻ ക്ലക്ക്. 20 വാക്കുകൾ പഠിച്ചേ. സെറ്റാണേ. 20 മറന്നു പോകത്തില്ലല്ലോ. അടുത്തത് കോക്സ്. കോക്സ് ക്രോ ചെയ്യും. ക്രോ അപ്പുറത്തെ ചെറിയ സൗണ്ട് ഉണ്ട്, സോറി. കോക്സ് എന്ത് ചെയ്യും? ക്രോ ചെയ്യും. കോക്ക് ക്രോ ചെയ്യും എന്ന് വെച്ചാൽ രാവിലെ എണീറ്റിട്ട് കൊക്കരക്കോ കോ അതില്ലേ, അത് ക്രോയിങ് സൗണ്ട്. ക്രോയിങ് അത് കോക്സ് ആണ് ചെയ്യുന്നത്. COCKS ക്രോ ചെയ്യും. ഓക്കെ, അടുത്തത് ക്യാറ്റ് എന്ത് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പറയാൻ? ആലോചിച്ച് നോക്കെ. ക്യാറ്റ് മിയോ മിയാവ് സൗണ്ട് ആണ് ക്യാറ്റിന്. മിയോ സൗണ്ട്. സിക്കാഡ. സിക്കാഡ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ? സിക്കാഡ CICAD. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. ആരാ സിക്കാഡ? സിക്കാഡ ചീവീടില്ലേ, ചീവീട്, അതാണ് സിക്കാഡ. അതെന്തുവാ? ചെറുപ്പാണ്. ചെറുപ്പ് അല്ലേ? നമുക്കറിയാം ചീവീടിന്റെ സൗണ്ട് അറിയാലേ, ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് സൗണ്ട്. ചെറുപ്പ്. ചെറുപ്പിങ് അല്ലെങ്കിൽ സിങ് എന്നും പറയുള്ളൂ. പാട്ട് പാടുവാന്ന് അതിലിരുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? സിങ് അല്ലെങ്കിൽ ചെറുപ്പ്. ആരാ? സിക്കാഡ. സിക്കാഡ സിങ് അല്ലെങ്കിൽ ചെറുപ്പ്. ഓക്കെ, അടുത്തൊക്കെ നമ്മുടെ ക്രിക്കറ്റ്സ് ഇല്ലേ? ക്രിക്കറ്റ്. നമ്മളെ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തുവാ പറയുന്നത്? ക്രിക്കറ്റ് എന്തുവാ? ക്രിക്കറ്റിന്റെ കറക്റ്റ് മലയാളം അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള പുൽച്ചാടി ഇല്ലേ? പച്ച പുൽച്ചാടി. പച്ച പുൽച്ചാടിയുടെ ബ്രൗൺ കളർ ഇല്ലേ? അതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ചെറുപ്പ് അല്ലെങ്കിൽ ക്രീക്ക്. അവരെന്ത് ചെയ്യും? ചെറുപ്പ് അല്ലെങ്കിൽ ക്രീക്ക്. ചെറുപ്പ് അല്ലെങ്കിൽ ക്രീക്ക്. അതെല്ലാം കൂടി പൊളിച്ചിട്ടാണ് ഗൈസ്. അടുത്തൊക്കെ നമ്മുടെ ഗ്രാസ് ഹോപ്പർ ഉണ്ട് അവിടെ. ഗ്രാസ് ഹോപ്പർ എന്താ? ചെറുപ്പിംഗ് ആണ്. ഗ്രാസ് ഹോപ്പർ എന്താണ്? ചെറുപ്പിംഗ് ആണ്. ഫെററ്റ്. ഫെററ്റ് എന്താ ചെയ്യുന്നത്? ഫെററ്റും ചെറുപ്പിംഗ് ആണ്. ഫെററ്റും ചെറുപ്പിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ ആൾക്കാരെല്ലാം ചെറുപ്പിന്റെ ആൾക്കാരാണ്. അവിടെ നമ്മള് സ്പാരോ നേരത്തെ പഠിച്ചില്ലായിരുന്ന? ബേർഡ് നമ്മൾ നേരത്തെ ചെറുപ്പ് പഠിച്ചില്ലേ? ബേർഡ് ചെറുപ്പ് പഠിച്ചില്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, സ്പാരോ ബേർഡ് അല്ലേ? ചെറുപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ, ഫെററ്റ്, ക്രിക്കറ്റ് ഇവരെല്ലാം എന്ത് ചെയ്യും? ചെറുപ്പ് ചെയ്യും. ഗ്രാസ് ഹോപ്പർ, ഫെററ്റ് എന്ന് പറഞ്ഞാൽ അതിപ്പോ അതിനകത്ത് ഈ ഫെററ്റ് ഇല്ലേ? ഫെററ്റ്. ഫെററ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെസ്റ്റേൺ അവിടെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു കീരി കണക്കിരിക്കുന്ന കീരിയില്ലേ? കീരി കണക്കിരിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു ജീവിയാണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ. അവരെന്ത് ചെയ്യും? ചെറുപ്പ്. ഫെററ്റ് എന്ന് പറഞ്ഞാൽ കീരി കണക്കിരിക്കുന്ന ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരു മൃഗമാണ്. അത് ചെറുപ്പാണ് ചെയ്യുന്നത്. അപ്പൊ സ്പാരോ ചെറുപ്പ് ചെയ്യും, പിന്നെ ക്രിക്കറ്റ് ചെറുപ്പ് ചെയ്യും, ഗ്രാസ് ഹോപ്പർ ചെറുപ്പ് ചെയ്യും, പിന്നെ ആരെ ചെറുപ്പ് ചെയ്യുന്ന? സിക്കാഡ ചീവീട് ചെറുപ്പ് ചെയ്യും, പിന്നെ നമ്മുടെ ഫെററ്റും ചെറുപ്പ് ചെയ്യും, ബേർഡ്സ് ചെറുപ്പ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതിനകത്ത് ഓസ്ട്രിച്ച് ചെറുപ്പ് ചെയ്യും. ഓസ്ട്രിച്ച് എന്ത് ചെയ്യും? ചെറുപ്പിംഗ് സൗണ്ട് ആണ്. അത് ചെറുപ്പിംഗ് സൗണ്ട് ഉണ്ട്. ബാർക്ക് ചെയ്യും, ഹിസ് ചെയ്യും. ഹിസ്. അപ്പം ഓസ്ട്രിച്ചിനകത്ത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഹിസ് ആര് ചെയ്യും? ഓസ്ട്രിച്ച് ചെയ്യും. ബാർക്ക് എവിടെ വരുന്ന? ഡോഗ് ഒക്കെയാണ് ബാർക്ക് ചെയ്യുന്നത് സാധാരണ. പക്ഷെ ഓസ്ട്രിച്ചും ബാർക്ക് വരും. ഓക്കെ, അപ്പൊ ഓസ്ട്രിച്ചിനകത്ത് 3 സൗണ്ട് ഉണ്ട്. ചെറുപ്പിംഗ് ഉണ്ട്, ബാർക്ക് ഉണ്ട്, ഹിസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? സ്പാരോ ഹിസ് അല്ല, സോറി, സ്പാരോ എന്താ? ചെറുപ്പ്. നമുക്കറിയില്ല. സ്പാരോ എന്ത് ചെയ്യും? ചെറുപ്പ് ചെയ്യും. പിന്നെ ഓക്സൻ എന്ത് ചെയ്യും? ബെല്ലോ. നമ്മൾ നേരത്തെ ബെല്ലോ പഠിച്ചില്ലേ? ആരാ ബെല്ലോ പഠിച്ചത് നേരത്തെ? ബെല്ലോ. സ്റ്റാഗ്. നമ്മുടെ ഡിയറിന്റെ ബെല്ലിന്റെ ഹസ്ബൻഡായ സ്റ്റാഗ് ബെല്ലോ ചെയ്യും. അതിന്റെ മുകളിൽ ആരും കൂടി പറഞ്ഞു? ബുള്ളും ബെല്ലോ ചെയ്യുന്നു പറഞ്ഞില്ലായിരുന്നോ? അത്. അപ്പൊ ഓക്സൻ എന്ത് ചെയ്യും? ബെല്ലോ ചെയ്യും, ലോ ചെയ്യും. LOW. ലോ ചെയ്യുന്ന ആരായിരുന്നു? ലോ. കൗ എന്ത് ചെയ്യുന്നു പറഞ്ഞ്? മൂവും ചെയ്യും, ലോയും ചെയ്യും പറഞ്ഞായിരുന്നു. അതാണ് ഇവിടെ ഓക്സൻ എന്ത് ചെയ്യും? ബെല്ലോയും ചെയ്യും, അതിന്റെ തന്നെ ലോയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ക്രോ എന്ത് ചെയ്യും? ക്രോ CAW. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ സൈഡ് ക്ലിയർ ആണ്. കോക്ക് ക്രോ, ക്യാറ്റ് മിയോ, സിക്കാഡ. കോക്ക് എന്ത് ചെയ്യും? ക്രോ ചെയ്യും. പിന്നെ ക്യാറ്റ് എന്ത് ചെയ്യും? മിയോ ചെയ്യും. സിക്കാഡ എന്ത് ചെയ്യും? സിങ് അല്ലെങ്കിൽ ചെറുപ്പ്. ക്രിക്കറ്റ് എന്ത് ചെയ്യും? ചെറുപ്പ് അല്ലെങ്കിൽ ക്രീക്ക് കേട്ടാ? സിക്കാഡ ക്രീക്ക്. ഫെററ്റ് ചെറുപ്പ്. ഗ്രാസ് ഹോപ്പർ ചെറുപ്പ്. ഓസ്ട്രിച്ച് ചെറുപ്പ് അല്ലെങ്കിൽ
ഹിസ് അല്ലെങ്കിൽ ബാർക്ക്, മറന്നുപോലെ. സ്പാരോ ചെറുപ്പ്. ഓക്സൻ ബെല്ലോ അല്ലെങ്കിൽ ലോ. ക്രോ ക. CAWCO. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചറിയാം? 30 എണ്ണം പഠിച്ചു. മൊത്തം ഒന്നും കൂടി നോക്കാം. ഓക്കെ. ഏപ്സ് എന്ത് ചെയ്യും? ഏപ്സ് ഗിബ്ബർ. ആൻഡ് എന്ത് ചെയ്യും? ക്രൈ. ആന്റിലോപ്പ് എന്ത് ചെയ്യും? സ്നോർട്ട്. സ്നോർട്ട്. ആന്റിലോപ്പ് സ്നോർട്ട്, മറന്നുപോലെ. ബാറ്റ് എന്ത് ചെയ്യും? ബാറ്റ്. സ്ക്രീച്ച്. ഓക്കെ. ബേർഡ് എന്ത് ചെയ്യും? ചെറുപ്പ്. ബേഴ്സ് എന്ത് ചെയ്യും? ഗ്രൗൾ അല്ലെങ്കിൽ റോർ. ബേഴ്സ് പഠിച്ചു പോയപ്പോ ഒന്നും ചോദിക്കും. ബീസ് എന്ത് ചെയ്യും? ഹം അല്ലെങ്കിൽ ബസ്. ബഫലോ എന്ത് ചെയ്യും? ബഫലോ ഡ്രോ. ബുള്ള് എന്ത് ചെയ്യും? ബുള്ള് ബെല്ലോ. ബുള്ള് ബെല്ലോ. സ്റ്റാഗ് എന്ത് ചെയ്യും? സ്റ്റാഗ്. സ്റ്റാഗ് ആരാന്ന് ആലോചിക്കണം. ബെല്ലോ. ഡിയർ എന്ത് ചെയ്യും? ഡിയർ ബെൽ. ഡിയർ ബെൽ. ബാഡ്ജർ എന്ത് ചെയ്യും? ബാഡ്ജർ തറക്കരടി. ഗ്രൗൾ. കരടി എന്ന് ആലോചിക്കും. ബാഡ്ജർ കരടി എന്ന് ആലോചിക്കും. നമുക്ക് ഗ്രൗൾ കിട്ടുവേ. ബിറ്റേൺ എന്ത് ചെയ്യും? ബൂ. ബിറ്റേൺസ് ബൂ. കാവ്സ് എന്ത് ചെയ്യും? കാവ്സ് ബ്ലീറ്റ്. ജിറാഫ് ബ്ലീറ്റ്. ഗോട്ട് ബ്ലീറ്റ്. ലാംബ് ബ്ലീറ്റ്. കാറ്റിൽസ് എന്ത് ചെയ്യും? കാറ്റിൽസ് മൂ. കൗ എന്ത് ചെയ്യും? മൂ അല്ലെങ്കിൽ ലോ. ചിക്കൻ ക്ലക്ക്. കോക്സ് എന്ത് ചെയ്യും? കോക്സ് ക്രോ. ഈ രാവിലെ എനിക്ക് കൊക്കരക്കോ പറയുന്നതിനെ കോക്ക് ക്രോ എന്നാ പറയുന്നത് കേട്ടോ. കോക്രോ ഇൻ ദ മോർണിംഗ് കേട്ടോ. ക്യാറ്റ് എന്ത് ചെയ്യും? മ്യോ. സിക്കാഡ. സിക്കാഡ ചെറുപ്പ് അല്ലെങ്കിൽ സിങ് കേട്ടോ. ക്രിക്കറ്റ് ചെറുപ്പ് അല്ലെങ്കിൽ ക്രീക്ക് കേട്ടോ. ക്രീക്ക്. ഫെററ്റ് എന്ത് ചെയ്യും? ചെറുപ്പ്. ഫെററ്റ് ആരാ? കിരി കണക്കിരിക്കുന്ന ചെറിയ ജീവി. ഗ്രാസ് ഹോപ്പർ ചെറുപ്പ്. ഓസ്ട്രിച്ച് ചെറുപ്പയും ഹിസ്സയും ബാർക്കിയും. സ്പാരോ എന്ത് ചെയ്യും? ചെറുപ്പ് ചെയ്യും. ഓക്സൻ എന്ത് ചെയ്യും? ബെല്ലോ അല്ലെങ്കിൽ ലോ. അടുത്ത ക്രോസ് എന്ത് ചെയ്യും? കോ. അപ്പൊ മക്കളുടെ കാര്യം ചെയ്യും. ഈ 30 വാക്കുകൾ ഇവിടെ ഇല്ലാതെ കിടക്കുമല്ലേ? അതൊന്ന് കംപ്ലീറ്റ് ഒന്ന് എഴുതി പെട്ടെന്നാവട്ടെ. എഴുതിയിട്ട് മാർക്ക് എത്ര കിട്ടിയെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. മനസ്സിലായല്ലോ? കമന്റ് ബോക്സ് മസ്റ്റ് ആയിട്ടാണ്. ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതിയിട്ട് പോരുത്. 30 വാക്കുകളേ ഉള്ളൂ. 30 വാക്കുകളുടെ ഏപ്സിന് ഇപ്പുറത്ത് എന്താണ്, ആൻഡ് ഇപ്പുറത്ത് എന്താണെന്നുള്ളത് എഴുതി എന്ത് ചെയ്യുക? ഇത് പോസ് ചെയ്ത് വെക്കുക. പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതി മാർക്ക് എത്ര കിട്ടുന്നുള്ളത് താഴെ ഇടുക. ക്ലിയർ ആണല്ലോ? എഴുതി തുടങ്ങിക്കോ. ഏപ്പ് എഴുതി തുടങ്ങിക്കോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ ബോർഡെല്ലാം. ഏപ്സ് ഇപ്പൊ തന്നെ എഴുതുമോ? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏപ്സ് ആൻഡ് ആന്റിലോപ്സ്. ആന്റിലോപ്പ്. ആന്റിലോപ്പ് മാന കണക്കിന് ജീവി കേട്ടാ. ബാറ്റ്. ബേർഡ്. ബേഴ്സ്. പെട്ടെന്ന് എഴുതണം. സമയമൊന്നുമില്ല. ആലോചിച്ചിട്ട് സമയം എടുത്ത് എഴുതാനൊന്നുമില്ല. പഠിച്ചൊന്നും എഴുതിയാൽ മതി. ബേഴ്സ്. തെറ്റിങ്ങനെ തെറ്റിട്ടെ. ബീസ്. ബീസ്. ബഫലോ. ബുൾ. ബഫൽ കൂടെ എഴുതി പോയാൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. ബുള്ള്. ബുള്ള്. സ്റ്റാഗ്. സ്റ്റാഗ്. സ്റ്റാഗ്സ് 10. 11 ഡിയർ. DEER. ഡിയർ. ഡീർ എന്നാ പറഞ്ഞത്. ഡീർ. നമ്മൾ ഡിയർ എന്ന് പറഞ്ഞാൽ DEAR. ഡിയർ അങ്ങനെ പറഞ്ഞാൽ ഡീർ എന്നാ പറയുന്നത്. നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ശീലിച്ചോണ്ട് ഞാനൊക്കെ പറഞ്ഞതാണ് ഡീർ. അടുത്ത ബാഡ്ജേഴ്സ്. BAD. ബാഡ്ജേഴ്സ്. GERS. ബിറ്റേൺസ്. BITTERNS. ബിറ്റേൺസ്. കാവ്സ്. ആ ചിക്കനൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? കാവ്സ്. ജിറാഫ്. ഗോട്ട്. ലാംബ്. കാറ്റിൽസ്. കാറ്റിൽസ്. കൗസ്. കൗ. കൗ പശു. ചിക്കൻ. കോക്സ്. കോക്സ് രാവിലെ എണീച്ചിട്ട്. ക്യാറ്റ് കൂടത്തെ പാടാതാന്ന് തോന്നുന്നല്ലേ ഗൈസ്. സിക്കാഡ. ക്രിക്കറ്റ്സ്. ക്രിക്കറ്റ്സ്. ഫെററ്റ്. ഗ്രാസ് ഹോപ്പേഴ്സ്. ഓസ്ട്രിച്ചസ്. സ്പാരോ. ഓസ്ട്രിച്ചസ്. സ്പാരോ. ഉള്ളത് 1 2 3 ഉണ്ടെങ്കിൽ അത് എത്ര എഴുതണേ? ഓക്സൻ. ക്രോസ്. ഓക്കെ.
അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സ് അറിയിക്കണം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് കറക്റ്റ് ആണെങ്കിൽ സെൻഡിൽ പോയിട്ട് കിടപ്പുണ്ടല്ലോ, അത് നോക്കി കറക്റ്റ് ചെയ്താൽ മതി. നോട്ട് ക്ലിയർ ആയിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ ഇത് പഠിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പം എനിക്ക് കിട്ടിയ മെറ്റീരിയലിനകത്ത് ഇതെല്ലാം ഇവിടെ ഇത്രയും സാധനങ്ങൾ പല സ്ഥലത്ത് കിടന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എഴുതി വന്നപ്പോഴത്തേക്ക് എനിക്ക് ലാമ്പ് അങ്ങ് ദൂരെ കിടന്നതാണ്, ABCD ഓർഡറിലാണ് കിടന്നത് കേട്ടോ, AB അങ്ങനെ കിടന്നത്. അപ്പൊ ഈ എല്ലൊക്കെ അങ്ങ് ദൂരെ കിടന്നതാണ്, ജിയുടെ കൂട്ടത്തിലൊന്നും അല്ലല്ലോ എല്ല് വരുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പം ഈ സൗണ്ട് വരുന്നത് ഇപ്പം ഞാൻ പറയുന്നത് കേട്ടോ, ആ സൗണ്ട് വരുന്ന ആൾക്കാർ എന്താ അവിടെ ഇവിടെ ഇടയിൽ കിടക്കും. അപ്പൊ ഞാൻ അവരെ കൂടെ ചേർത്ത് എഴുതും. മനസ്സിലായി? അപ്പൊ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ക്ലിയർ. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴും അങ്ങനെ റിസർച്ച് ചെയ്ത് ജസ്റ്റ് ഒരുപാട് റിസർച്ച് ചെയ്ത് പോരുത്. ജസ്റ്റ് അവിടെ കിടക്കുന്നില്ല, ഇവിടെ കിടക്കുന്നില്ല, ഇവിടെ കിടക്കുന്നില്ല, അവിടെ കിടക്കുന്നില്ല, അങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ നിന്നെല്ലാം പറക്കി ഒരുമിച്ചൊക്കെ ഇടുമ്പം ഇത് നേരത്തെ വന്നതാണല്ലോ, ആരോ റോറ് ചെയ്യുമല്ലോ, ആരോ ഗ്രൗള് ചെയ്യുമല്ലോ, ചിർപ്പിങ് വേറെ ആളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആലോചിച്ച് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഓർമ്മ നിൽക്കും. അല്ല നമുക്ക് കുട്ടിയിൽ നിന്ന് കാണാൻ പോകാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഒരു ലോജിക്ക് വെച്ച് പഠിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് നാളെ അടുത്ത 30 വേർഡ്സ് ആയിട്ട് കാണാം കേട്ടോ. ഇതുവരെ ബൈ. അപ്പോൾ പഠിച്ചിട്ട് കമന്റിൽ എഴുതണം എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് അറിയിക്കണം. പിന്നെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണം, സൗണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, മൈക്ക് ഉടനെ വരും കേട്ടോ, ഉടനെ വരും. അപ്പം നമുക്ക് അത് വെച്ച് ക്ലിയർ ആക്കാം. അപ്പം എത്ര ഉള്ളത്